എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. ഇതെങ്ങനെ പറയും? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കറിയാം ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെ പറയുക എന്നുള്ളത് ടെല്ലാണ്, അതിൻ്റെ V3 ഫോം ടോൾഡ് ആണ്. അപ്പം ഐ ഹാവ് ടോൾഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയാൻ വേണ്ടി സ്റ്റെപ്പ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് ടു സ്റ്റെപ്പ് ഔട്ട്. ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു സ്റ്റെപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് മീനിങ്. ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു സ്റ്റെപ്പ് ഔട്ട്. ഇനി അടുത്തത്, മൊബൈലിൽ ഗെയിംസ് കളിക്കുന്നത് നിർത്തുക. അതെങ്ങനെ പറയും? സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ് ഓൺ മൊബൈൽ. സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ് ഓൺ മൊബൈൽ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്ന്, പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഗെയിംസ് കളിക്കുക എന്നാണ്. അപ്പം മൊബൈലിൽ ഗെയിംസ് കളിക്കുന്നത് നിർത്തുക എന്ന് പറയാനാണ് സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ് ഓൺ മൊബൈൽ. ഇനി നമ്മൾ കടമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല ഞാൻ നിനക്ക് എത്ര തരാനുണ്ട്. അതെങ്ങനെ ചോദിക്കാം? How much do I owe you? How much do I owe you? എന്ന് പറഞ്ഞാൽ ഞാൻ എത്രമാത്രം നിനക്ക് തരാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രയാണ് നിനക്ക് കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. How much do I owe you? owe എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, ഇത് ചെയ്യുന്നതിൽ ദോഷമൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? There is no harm in doing this. There is no harm in doing this. harm എന്ന് പറഞ്ഞാൽ ദോഷം എന്നുള്ള മീനിങ് ആണ്. സോ there is no harm എന്ന് പറഞ്ഞാൽ ദോഷമില്ല എന്നുള്ള അർത്ഥമാണ്. in doing this എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിൽ. സോ there is no harm in doing this എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിൽ ദോഷമൊന്നുമില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് വെറും നിസ്സാര കാര്യമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? It's just a trivial matter. It's just a trivial matter. Trivial എന്ന് പറഞ്ഞാൽ നിസ്സാരം എന്നുള്ള മീനിങ് ആണ്. സോ അത് വെറും നിസ്സാര കാര്യമാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് ജസ്റ്റ് എ ട്രിവിയൽ മാറ്റർ. ഇനി അടുത്തത്, ഞാൻ വിസമ്മതിച്ചിട്ടും നീ അവിടെ പോയി എന്ന് പറയണം. അപ്പം ഞാൻ വിസമ്മതിച്ചിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിസ്പൈറ്റ് മൈ റെഫ്യൂസൽ എന്ന് പറയാം. ഡിസ്പൈറ്റ് മൈ റെഫ്യൂസൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിസമ്മതിച്ചിട്ടും എന്നുള്ള മീനിങ് ആണ്. റെഫ്യൂസൽ എന്ന് പറഞ്ഞാൽ വിസമ്മതം എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്കിലും, അപ്പം വിസമ്മതിച്ചെങ്കിലും എന്നുള്ള മീനിങ് ആണ് ഡിസ്പൈറ്റ് മൈ റെഫ്യൂസൽ എന്ന് പറഞ്ഞാൽ. ഇനി നീ അവിടെ പോയി എന്ന് പറയാൻ യു വെൻറ്റ് ദെയർ. യു വെൻറ്റ് ദെയർ. സോ ഞാൻ വിസമ്മതിച്ചിട്ടും നീ അവിടെ പോയി എന്നെങ്ങനെ പറയും? ഡിസ്പൈറ്റ് മൈ റെഫ്യൂസൽ യു വെൻറ്റ് ദെയർ. ഇനി അടുത്തത്, ഞാൻ എന്തിനവനെ തടയണം. അതെങ്ങനെ ചോദിക്കും? തടയുക എന്ന് പറയാൻ സ്റ്റോപ്പ് എന്ന് പറയാം. അപ്പം വൈ ഷുഡ് ഐ സ്റ്റോപ്പ് ഹിം? വൈ ഷുഡ് ഐ സ്റ്റോപ്പ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനവനെ തടയണം എന്നാണ് മീനിങ്. വൈ ഷുഡ് ഐ സ്റ്റോപ്പ് ഹിം. ഇനി അടുത്തത്, നിങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ആർ മേക്കിംഗ് മീ സാഡ്. യു ആർ മേക്കിംഗ് മീ സാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുകയാണ് എന്നാണ് മീനിങ്. മേക്ക് മീ സാഡ് എന്ന് പറഞ്ഞാൽ എന്നെ സങ്കടപ്പെടുത്തുക എന്നാണ്. സോ നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുകയാണ് എന്ന് പറയാനാണ് യു ആർ മേക്കിംഗ് മീ സാഡ്. അടുത്തത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധമായി ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ, അവിടെ നമുക്ക് ഓണസ്റ്റ്ലി ഇഫ് ഐ സേ എന്ന് പറയാം. ഓണസ്റ്റ്ലി ഇഫ് ഐ സേ. ഓണസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി എന്നുള്ള മീനിങ് ആണ്. ഇഫ് ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ. സോ സത്യസന്ധമായി ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പറയേണ്ടപ്പം ഓണസ്റ്റ്ലി ഇഫ് ഐ സേ എന്ന് പറയാം. ഇനി അടുത്തത്, നിനക്ക് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇങ്ങനെ എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൂടാ എന്ന് ചോദിക്കണമെങ്കിൽ വൈ ഡോണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വൈ ഡോണ്ട് യു ടെൽ മീ. വൈ ഡോണ്ട് യു ടെൽ മീ. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുകൂടാ എന്നാണ് മീനിങ്. വൈ ഡോണ്ട് യു ടെൽ മീ. ഇനി അടുത്തത്, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഹാഡ് കോൾഡ് മീ. ഷീ ഹാഡ് കോൾഡ് മീ. ഹാഡ് എന്ന് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. സോ ഷീ ഹാഡ്
കോൾഡ് മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ മുകളിലോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ താഴോട്ട് വരണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ മുകളിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു കമ്മിങ് അപ്പ് എന്ന് ചോദിക്കാം. ആർ യു കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞാൽ നീ മുകളിലോട്ട് വരുന്നുണ്ടോ എന്നാണ് മീനിങ്. ഇനി ഞാൻ താഴോട്ട് വരണോ എന്ന് ചോദിക്കണം. ഓർ ഷുഡ് ഐ കം ഡൗൺ, ഓർ ഷുഡ് ഐ കം ഡൗൺ. കം ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് വരിക. സോ ഞാൻ താഴോട്ട് വരണോ എന്ന് ചോദിക്കാനുള്ളത് ഓർ ഷുഡ് ഐ കം ഡൗൺ. ആർ യു കമ്മിങ് അപ്പ് ഓർ ഷുഡ് ഐ കം ഡൗൺ. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. അതെങ്ങനെ പറയാം? ഹൃദയം ഇടിക്കുക അല്ലെങ്കിൽ വിങ്ങുക എന്നൊക്കെ പറയാൻ വേണ്ടി ത്രോബിങ് എന്ന് പറയാം. ത്രോബിങ്. സോ മൈ ഹാർട്ട് സ്റ്റാർട്ടഡ് ത്രോബിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി എന്നാണ്. മൈ ഹാർട്ട് സ്റ്റാർട്ടഡ് ത്രോബിങ്. ഇനി അടുത്തത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നീ അവനോട് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്? ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഡിഡ് യു ടെൽ ഹിം എന്ന് പറഞ്ഞാൽ നീ അവനോട് പറഞ്ഞോ. സോ നീ അവനോട് പറഞ്ഞോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിക്കാനാണ് ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്. ഇനി അടുത്തത്, ഞാൻ സത്യം ചെയ്യുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയാൻ ഐ സ്വെയർ എന്ന് പറയാം. ഐ സ്വെയർ. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഐ സ്വെയർ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മീനിങ്. ഐ സ്വെയർ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഇനി അടുത്തത്, ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ ഉണ്ടാകും എന്ന് പറയണം. അതെങ്ങനെ പറയും? I will be here from Monday to Friday. I will be here from Monday to Friday. I will be here എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാണ്. From Monday to Friday എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എന്നാണ്. സോ I will be here from Monday to Friday എന്ന് പറഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇവിടെ ഉണ്ടാകും എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ നോട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ഐ വിൽ നോട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ലെറ്റ് ദാറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കട്ടെ എന്നുള്ള മീനിങ് ആണ്. സോ ഞാനത് സംഭവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയാനാണ് ഐ വിൽ നോട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ഐ വിൽ നോട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്ന് പറയണം. അതെങ്ങനെ പറയും? സീയിങ് ഹിസ് മദർ ദ കിഡ് ബിക്കെയിം ഹാപ്പി. സീയിങ് ഹിസ് മദർ ദ കിഡ് ബിക്കെയിം ഹാപ്പി. സീയിങ് ഹിസ് മദർ എന്ന് പറഞ്ഞാൽ അമ്മയെ കണ്ടപ്പോൾ എന്നുള്ള മീനിങ് ആണ്. ദ കിഡ് ബിക്കെയിം ഹാപ്പി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സന്തോഷമായി എന്നാണ്. സോ സീയിങ് ഹിസ് മദർ ദ കിഡ് ബിക്കെയിം ഹാപ്പി. ഇനി അടുത്തത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനിത്തിങ് ടു സേ? ഡു യു ഹാവ് എനിത്തിങ് ടു സേ? എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നുള്ള മീനിങ് ആണ്. സോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഹാവ് എനിത്തിങ് ടു സേ. സേ എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ള മീനിങ് ആണ്. ഡു യു ഹാവ് എനിത്തിങ് ടു സേ. ഇനി അടുത്ത സെൻറ്റൻസ്, നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു? വാട്ട് were you doing here? വാട്ട് were you doing here? അതായത് നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് മീനിങ്. വാട്ട് were you doing here? ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ്സിൽ ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? ചേരുക എന്ന് പറയാൻ ജോയിൻ എന്നാണ്. അപ്പോൾ മൈ ഫാദർ വാണ്ടഡ് മീ ടു ജോയിൻ ഹിസ് ബിസിനസ്. മൈ ഫാദർ വാണ്ടഡ് മീ ടു ജോയിൻ ഹിസ് ബിസിനസ്. ടു ജോയിൻ ഹിസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ചേരുക എന്നുള്ള മീനിങ് ആണ്. സോ മൈ ഫാദർ വാണ്ടഡ് മീ ടു ജോയിൻ ഹിസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഞാൻ ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് മീനിങ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.